കോഴിക്കോട് വടകരയിൽ ലഹരി കേസിൽ പ്രതികളായ അധ്യാപികമാർക്കെതിരെ കാപ്പ ചുമത്താൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. നിയമവശം പരിശോധിച്ച ശേഷം വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അധ്യാപികമാർ വിദ്യാർത്ഥികൾക്കും ലഹരി നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക്. കോടിക്കണക്കിന് രൂപയാണ് ഇവർക്കെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ലഭിച്ചിട്ടുള്ളത്. ഇപ്പം അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു, അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ തീരുമാനിച്ചു. കാപ്പ പോലെയുള്ള നിയമങ്ങൾ അവരുടെ മേൽ ചുമത്താൻ കഴിയുമോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ തന്നെ മയക്കുമരുന്ന് എൻ്റെ ഏജന്റന്മാരായി മാറുന്ന അവസ്ഥ കേരളത്തിൽ എത്രമാത്രം അപമാനകരമാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് കൂടി ഇത് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈകളിൽ MDMA പോലുള്ള മാരകമായ വിഷം കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു. പ്രശാന്ത്, ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഈ അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപികമാർ അത് കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് MDMA നൽകിയിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ഇവർക്കെതിരെ കാപ്പ ചുമത്താൻ പോകുന്നു. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ്, ലഹരി കേസിൽ പിടിയിലായ ടീച്ചർമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. കാവ്യ, കീർത്തന, നീഷ്മ എന്നീ 3 പേർക്കെതിരെ കുറച്ചുകൂടി ശക്തമായ നടപടി കടുപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കാപ്പ ചുമത്താൻ ആഭ്യന്തര വകുപ്പും പോലീസും ശ്രമം ആരംഭിച്ചു. ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കണം. കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ നിയമപരിശോധനകൾ കൂടി നടത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കാപ്പ ചുമത്താനുള്ള നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമെന്നാണ്, ആഭ്യന്തര വകുപ്പ് കടക്കുമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വളരെ ഗൗരവത്തോടു കൂടിയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അധ്യാപികമാർ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ നൽകിയോ എന്ന സംശയവും പോലീസിനുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ഇത് പരിശോധിക്കുന്ന നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. വലിയ ശൃംഖല ഇതിന് പിന്നിലുണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ ഈ അധ്യാപികമാർക്കൊപ്പം മറ്റ് വേറെ അധ്യാപികമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഇവരുടെ ശൃംഖലകൾ എത്രത്തോളം വലുതാണ്, മാത്രമല്ല ഇത് എങ്ങനെയാണ് അധ്യാപികമാരിലേക്ക് ഈ ലഹരി മാഫിയ സംഘങ്ങൾ എത്തപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്താനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തത്തക്കവണ്ണം ഈ അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപികമാർ തന്നെ ഇതിൻ്റെ ഒരു വാഹകരാകുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിലേക്ക്, ഈ അധ്യാപികമാരിലേക്ക് എങ്ങനെയാണ് ഈ ലഹരി മാഫിയ സംഘങ്ങൾ എത്തിയത്, അതോടൊപ്പം തന്നെ എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളടക്കം ഇപ്പോൾ അന്വേഷിക്കാനുള്ള ശ്രമം ആണ് ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ എല്ലാം അന്വേഷിക്കും. അതിന് ശേഷമായിരിക്കും മറ്റു നടപടിയിലേക്ക് കടക്കുക. എന്തായാലും കാപ്പ ചുമത്താനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. 3 അധ്യാപികമാർക്കെതിരെയും കാപ്പ ചുമത്താനുള്ള നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ആഭ്യന്തര അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി മാഫിയ സംഘത്തെ പറ്റി അന്വേഷണം കാര്യക്ഷമമാക്കുകയാണ്. ആവശ്യമെങ്കിൽ ഇവർക്കെതിരെ കാപ്പ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.